ഇത് കണ്ടോ മഴ. ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. മഴയായതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ പിച്ചി, നമ്മുടെ പിച്ചിയുടെ പൂ കണ്ടോ, കാണാൻ പറ്റുമുണ്ട്. മുകളിലോട്ടൊക്കെ കുറവാണ് കേട്ടോ, മുകളിലൊക്കെ പൂക്കുന്നത് കുറവാണ്. ഇപ്പം താഴോട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറിച്ച് അമ്പലത്തിലോട്ട് പോകുന്നു. ഇന്ന് ചേച്ചിയുടെ ഫേസ് ഒന്നും ചേച്ചി കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് നിങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചോളൂ. നമ്മുടെ പ്രകൃതി രമണീയമായ അന്തരീക്ഷം. അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ അടുത്ത വീട്ടിലെ ചെടികൾ നിൽക്കുന്നത് കണ്ട് അതൊന്ന് സൂം ചെയ്ത് വീഡിയോ പിടിക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ പയ്യൻസ് ഇറങ്ങി വരുന്നത് കൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്ത്. ഇനിയിപ്പോൾ പോട്ടെ, നമ്മുടെ പയ്യൻ പോട്ടെ, പോയിട്ട് വീഡിയോ എടുക്കാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ ചേച്ചി ഞാനുണ്ടല്ലോ ട്രൈപ്പോഡൊക്കെ അവൻ പോകുന്നുണ്ട് കേട്ടോ, പോകുന്നുണ്ട്. ഞാൻ ആ ചെടികളൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ വീഡിയോ അവൻ കാണൂല എന്നറിഞ്ഞൂടാ. കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ, സൂപ്പറല്ലേ. എന്നാൽ ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ, പോകുന്ന വഴിയിലുള്ള കാഴ്ചയും കൂടെ കാണിച്ചു തരാം. വീഡിയോ പിടിക്കാൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ ഫോൺ തറയിൽ വീണ് എനിക്ക് പണി കിട്ടിയേനെ. പൂ കണ്ടോ, പൂ പറിച്ച് ചേച്ചി നനയുകയും ചെയ്ത് കേട്ടോ. കാണാമോ എന്ത് ഭംഗിയല്ലേ, നിറയെ പൂത്തുകൊണ്ടിരുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, എത്രയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിന് നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ചേച്ചി എന്നാൽ അമ്പലത്തിലോട്ട് പോട്ടെ. നനഞ്ഞൊരു പരുവായി നിൽക്കുകയാണ് ഞാൻ മഴ നനഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണേ. കുടയൊന്നും എടുത്തില്ല, എൻ്റെ ഫോണും ഒക്കെ ഇതാവുമെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നോ, മഴയായാൽ വഴി നടക്കാൻ പറ്റാത്ത വെള്ളവും കൂടെയൊക്കെയാണ്. പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണേ നമ്മളെ ഈ അവസ്ഥ. ഞാൻ താമസിക്കുന്നിടത്ത് കുഴപ്പമില്ല കേട്ടോ, റോഡ് വെളിയിൽ ഇറങ്ങണ്ട, ഒന്നും ഇറങ്ങണ്ട. ചേച്ചി എന്തായാലും ഫോൺ കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചേച്ചിയുടെ ഫോണൊരു പരുവമാകും. വെള്ളം കണ്ടോ, വെള്ളം നീന്തി പോവുകയാണ്. മഴയും ചെളിയും വെള്ളവും